ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. വയനാട് ദുരന്തം പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. വയനാട് ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്താൻ പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ കൈകോർത്തു. PTA അധ്യാപകരും പിന്തുണയായി എത്തിയപ്പോൾ ഒരു ദിവസം കൊണ്ട് 28,000 രൂപ ലഭിച്ചു. സ്കൂൾ അസംബ്ലിയിൽ നടന്ന ചടങ്ങിൽ ആദ്യ ഗഡുവായി ലഭിച്ച തുക അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഏറ്റുവാങ്ങി. വീടില്ലാത്തവരും തൊഴിലില്ലാത്തവരുമായിട്ടുള്ള ഒത്തിരി ആളുകൾ നമുക്കിടയിലുണ്ട്. നിങ്ങളെ പോലുള്ള കൊച്ചുമക്കള് അവിടെ ഉണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, സർക്കാരിനുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നല്ല മക്കൾക്കും നമുക്ക് ഏവർക്കും അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ അധ്യാപകരും PTA അതുപോലെ തന്നെ കൊച്ചുമക്കളും ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ട് നമ്മളെ കൊണ്ടാവുന്നത് ചെയ്യുക എന്നുള്ള ഒരു നല്ല മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് സംഭാവന നൽകുന്നൊരു ചടങ്ങുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി ഈ കേരളം മൊത്തം ഒത്തുചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ സംരക്ഷണം ഏറ്റെടുക്കണം. അതിനായിട്ട് പ്രവർത്തിച്ച എല്ലാവർക്കും കൊച്ചുമക്കൾക്കും അധ്യാപകർക്കും PTA ഉൾപ്പെടെ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ പ്രസംഗിക്കുന്നു. PTA പ്രസിഡന്റ് TN നൌഷാദ്, പ്രിൻസിപ്പൽ ഇൻചാർജ് MR രാധ, പ്രധാനാധ്യാപിക PP മണി, PTA വൈസ് പ്രസിഡന്റ് TP മഹേഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ പോയിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ അസംബ്ലിയിൽ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് വളരെ അടിയന്തരമായിട്ട് അവരെ പുനരധിവസിപ്പിക്കേണ്ട ഒരു ബാധ്യത നമ്മളെ എല്ലാവർക്കും ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെല്ലാവരും കൈകോർത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വളരെ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു 28,000 രൂപയോളം നിങ്ങളെല്ലാവരും സമാഹരിച്ച് നൽകി. അവിടെ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ആ ഫണ്ട് നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്ന ചടങ്ങിലാണ് നാം സന്നിഹിതരായിരിക്കുന്നത്.